ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. സയൻസ് പീപ്പിളിന്റെ 95ാമത്തെ പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സയൻസ് പ്രചരിപ്പിക്കുക, ശാസ്ത്രബോധം വളർത്തുക, സയന്റിഫിക് ടെമ്പർ സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്ന നമ്മുടെ ലക്ഷ്യത്തോടെ നമ്മൾ ആരംഭിച്ച ഈ പരമ്പരയ്ക്ക് 95 എപ്പിസോഡുകളായി നമ്മൾ സെഞ്ചുറിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 94 പ്രഭാഷണങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളുടെ 4 പ്രഭാഷണങ്ങളും. അങ്ങനെയാകുമ്പോൾ 99ാമത്തെ ആവും. പക്ഷെ മെയിൻ പരമ്പരയിലെ 95ാമത്തെ പ്രഭാഷണമാണ്. അപ്പോൾ ഇന്നത്തെ പ്രഭാഷണം ചെയ്യുന്നത് ഡോക്ടർ സംഗീത സോമനാണ്. അദ്ദേഹം സിഡ്നിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സംഗീത സിഡ്നി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്, ഫോട്ടോണിക്സിൽ, അപ്ലൈഡ് ഫിസിക്സിൽ. അതിനുശേഷം ഇപ്പം മെൻഡറായിട്ട് ന്യൂ സൗത്ത് വെയിൽസിലെ മെൻഡർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി കാൻബറയിലെ അക്കാഡമിക് ട്യൂട്ടറാണ്. സംഗീത എംടെക് ചെയ്തത് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജിയിൽ എംടെക് ചെയ്തത് കുസാറ്റിൽ നിന്നാണ്. അതുപോലെ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്രം MG യൂണിവേഴ്സിറ്റി, അദ്ദേഹം എറണാകുളത്തു നിന്നാണ്. സംഗീതിനെ ഇന്നത്തെ ഈ ടോക്കിലേക്ക് ഞാൻ സയൻസ് പീപ്പിളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രഭാഷണം ശ്രമിക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സംഗീതിനെ ഞാൻ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിന് ക്ഷണിക്കുന്നു. താങ്ക് യു. So thank you everyone for attending this science talk. I would like to express my heartfelt gratitude to Francis Chetan for this kind invitation. So today I am trying to talk about the refractive optics and its cutting edge applications. So before that, ലൈറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ലൈറ്റ് എന്ന് വെച്ചാല് നമ്മുടെ ബയോസ്ഫിയറിന്റെ എക്സിസ്റ്റൻസിന്റെ ബേസിസ് ആണ്. വിതൗട്ട് ലൈറ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. മാത്രമല്ല ലൈറ്റ് മെസ്സഞ്ചർ ആണ് യൂണിവേഴ്സിന്റെ. സോ ലൈറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഓഫ് ദ എനർജി ക്രിയേഷൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫോട്ടോസിന്തസിസ് എടുക്കാം. സോ അവിടെ സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് CO2 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് ലൈറ്റ് ഫോട്ടോസിന്തസിസ് നടക്കുന്നു. നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഒരു വൃക്ഷത്തിലെ ഓരോ ഇലയും എന്താ സംഭവിക്കണം, അത് മാനുഫാക്ചർ ചെയ്യുന്നു ഫുഡ്. ഹൗ ഇറ്റ് മാനുഫാക്ചേഴ്സ് ഇറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ്. സോ നമുക്ക് ഡൈഫ്രാക്റ്റീവ് ഓപ്റ്റിക്സിനെ കുറിച്ച് പറയാൻ മുന്നേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈച്ച് ലീഫ് ഈസ് എ ഫാക്ടറി വിച്ച് മാനുഫാക്ചേഴ്സ് ഫുഡ് ഇൻ ദ മോസ്റ്റ് പൊല്യൂട്ടഡ് എൻവയോൺമെന്റ് ആൻഡ് പ്യൂരിഫൈസ് എയർ വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഓക്സിജൻ. സോ എന്താണ് ലൈറ്റ്? ലൈറ്റ് എന്ന് വെച്ചാല് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അത് വാക്വത്തിൽ കൂടി ഒന്ന് longitudinal waves, മറ്റത് transverse waves. So we have a longitudinal waves which is similar to the sound waves. So we have the crust and trough of the longitudinal wave which propagates horizontally. For example, a sound wave. Here light is an example for a transverse wave. So light propagates back and forth vertically and horizontally. So
നമുക്ക് ലൈറ്റിന്റെ അനാലജി ആയിട്ട് നമുക്കൊരു ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് നമ്മളുടെ ഒന്ന് when we touch the water, still water, then we can see the waves, transverse waves of the water. So a transverse wave നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന്റെ ഡയറക്ഷൻ ഓഫ് ട്രാവൽ longitudinal transverse വേയിലാണ് പോകുന്നത്. It has an amplitude of vibration. It has an undisturbed position. It has a crest. It has a crest. It has a trough. So നമുക്ക് ഓരോ ലൈറ്റിന്റെ ഓരോ പ്രതിഭാസത്തിനെ കുറിച്ചും സംസാരിക്കാം. When two waves merge, can anyone tell me what happens when two waves merge? So you can see the waves are merging over here. So when two light waves merge, then there is a phenomenon called interference occurs. So we have a single wave source, spherical wave source. So once two waves get interfere, what happens is that we get an സംഗീത എനിക്ക് പ്രസന്റേഷൻ കാണാൻ പറ്റുന്നില്ല. പ്രസന്റേഷൻ കാണാൻ പറ്റില്ലേ? Okay, shall we start from the beginning then? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാം. ടോക്ക് കണ്ടിന്യൂ ചെയ്തോളൂ, ഒന്ന് മാക്സിമൈസ് ചെയ്തോളൂ. ഓക്കെ. സോ നമ്മൾ പറഞ്ഞത് എന്താണ്? when two light waves merge, what happens? We get interference. So നമ്മളൊരു സിംഗിൾ വേവ് സോഴ്സ് എടുക്കുകയാണ്. When two waves get interferes, the crust of the each wavelet, when it happens to merge together, we get an intensity, a high intensity. So when we consider the intensity pattern, we get maximum intensity, minimum intensity, maximum intensity. So these are the order of the diffracted wave. So the interference we get maximum when the light waves get interfere constructively. When the light waves get interfere destructively, then we get an intensity minimum in the intensity pattern. So idana when interference enna pradivasam, when two light waves merge. Okay. So when two light, for example, if we consider a coherent light from a single slit, and we happen to propagate the light with a narrow slits, then the secondary wavelets originate from each slit, get interfere, and each interference of the wavelets create another wavelet, and it goes on. And once they constructively interferes, we get a maximum intensity over here. And when they destructively interfere, we get a minimum intensity. So once we consider this intensity pattern, we get an idea of interference. So Thomas Young already ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. Then if we consider a real life analogy, നമ്മൾ ഇതേപോലെ ഒരു തുരുത്തിൽ കൂടി വേവ്സ് വരുന്നു. അവിടെ എന്താ സംഭവിക്കണം? ലൈറ്റ് സ്പ്രെഡ്, ഒരു നാരോ ഒരു സ്ലിറ്റിൽ കൂടി എന്താ സംഭവിക്കണം? ഇവിടെ വേവ്സ് സ്പ്രെഡ് ചെയ്യുന്നു. So a real life example was the tsunami coast of Kerala. So what happened is that once the epicenter was happened in the Malaysia, Indonesian
region. Then the tsunami waves got diffracted and it gets affected in Sri Lanka and India. So that's a real life example of how the diffraction of waves impact. So let's introduce to the diffractive optics. It's a study of design of optical elements that manipulate light through diffraction, a process that bends and spreads light as it passes through or around objects. Field is crucial for developing innovative optical system, offering advancements in imaging, sensing, and light shaping, critical for technologies ranging from consumer electronics to advanced scientific research. So, നമ്മളൊരു light as a wave through a narrow slit എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു light source, single slit, you get an interference pattern. So it's called diffraction. So light as a wave through an air. Let's see how the light passes through a single slit through an animation. So as you can see, the light happens to pass through a single slit. The secondary wavelets originates from the slit, and we get an interference pattern over here. So that's what we known as spreading of waves on passing through slits. So historical overview നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ ഡിഫ്രാക്ഷനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രാൻചെസ്കോ മരിയ ഗ്രിമാൽഡി എന്ന് പറഞ്ഞ ഫിസിസിസ്റ്റാണ് 17th century. So we have gone through a lot of advancement in this diffractive optics. So the fundamental principles എന്ന് വെച്ചാല് diffraction and interference. അപ്പൊ ഒരു ഒബ്സ്റ്റക്കിളിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് എന്ത് സംഭവിക്കുന്നു, ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു and it interfere with itself, creating patterns of constructive and destructive interference. So നമ്മളുടെ ഡിഫ്രാക്റ്റീവ് ഒപ്റ്റിക്കൽ എലമെന്റ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ലൈറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഫോർ ഡിഫറെന്റ് സോർട്ട് ഓഫ് ആപ്ലിക്കേഷൻസ്. നമുക്ക് ഡിഫ്രാക്റ്റീവ് ഒപ്റ്റിക്കൽ എലമെന്റ്സിനെ കുറിച്ച് പരിചയപ്പെടാം. One of the main diffractive optical elements are Fresnel lens. So Fresnel lens എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ലൈറ്റിനെ ഒത്തിരി ദൂരത്തിലേക്ക് ഡിഫ്രാക്ട് ചെയ്ത് വിടുന്നു. മാത്രമല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്താകണം വളരെ കുറവാണ് Fresnel ലെൻസിൽ. So it is thin lightweight lenses that can focus light used in applications like lighthouse, projectors and sensor systems. And let's talk about diffraction grating. So diffraction grating, നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താക്കുന്ന diffraction grating എന്ന് പറഞ്ഞാൽ സബ് വേവ് ലെങ്ത് ഗ്രേറ്റിംഗ് ആണ്. സബ് വേവ് ലെങ്ത് ഗ്രേറ്റിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയൽസ് ആണ് അവിടെ സബ് വേവ് ലെങ്ത് ഗ്രേറ്റിംഗ് ആയിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവിടെ silicon has here this rectangular silicon bar extending longitudinally is having a high refractive index compared to the surrounding media. Okay, and it is surrounded by another low index material called silica, and it has a substrate here. So usually what happens is that ഈ ഇത്തരത്തിലുള്ള subwavelength diffraction gratings നിയർ ഇൻഫ്രാറെഡ് വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ ഒരു വൈഡർ ആംഗിളിലും റിഫ്ലക്ട് ചെയ്ത് വിടുന്നു. സോ മാത്രമല്ല ആ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാനും ഈ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് കൊണ്ട് സാധിക്കുന്നതാണ്.
പിന്നെ ഹോളോഗ്രാഫിക് ഒപ്റ്റിക്കൽ എലമെന്റ്സ് ആണ്. നമ്മളൊരു ഇമേജ് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് എ മാഗ്നിഫൈഡ് വെർഷൻ. സോ the recorded patterns of interference between two beams of coherent light, which can be used for beam shaping, filtering, and more. So we have introduced different kinds of diffractive optical elements. So let's go through the another important aspect of the light, which is called polarization. So let's consider vertically polarized light and horizontally polarized light. So let's think about how the light could be polarized. So let's consider a picket fence analogy. So if we consider two pickets, both are vertically aligned, then if we pass the light through the pickets, then what happens is that the light easily passes through the pickets. So when one of the pickets is aligned horizontally compared to the other picket, then the light gets blocked. So when the pickets of second fence are horizontal, vertical vibrations which make it through the first fence will be blocked. സോ അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് എങ്ങനെ ലൈറ്റിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോളറൈസർ. സോ ഇഫ് യു കൺസിഡർ എ വെർട്ടിക്കൽ പോളറൈസർ, നമ്മൾ ഒരു ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി പോളറൈസർ ലൈറ്റിനെ ഒരു വെർട്ടിക്കൽ പോളറൈസർ കൂടി കടത്തി വിടുമ്പോൾ നമുക്ക് വെർട്ടിക്കലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുന്നു. നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു ഹൊറിസോണ്ടൽ പോളറൈസറിലേക്ക് കടത്തി വിട്ടതിന് ശേഷം ഒരു വെർട്ടിക്കലി പോളറൈസറിലേക്ക് ഒരു ക്രോസ് പോളറൈസറിലേക്ക് കടത്തി വിടുമ്പോൾ സംഭവിക്കുന്നത് ലൈറ്റ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, this is an unpolarized beam which passes through a vertical polarizer. Then what happens is that rest of the polarizations get filtered out and only the vertical polarized light pass through the vertical polarizer output, and then we allow the vertically polarized light to pass through the horizontal polarizer. Then what happens is that the light gets blocked. So this is how a polarizer can manipulate the light. So this is polarization. Malus law പറയുന്ന പ്രകാരം he discovered that light can be polarized by passing light through calcite crystal or by reflection from a glass surface. Let's consider a sheet polarizer. So once we happen to overlap the polarizer, then what happens is that the lights get blocked. It acts as a cross polarizer. So let's consider the interaction of light with matter. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കാര്യമാണ് ലൈറ്റ് മാറ്റർ ഇന്ററാക്ഷൻ. So we have different kinds of interaction of light. One is the transmission of light, then scattering of light, which happens to be the rainbow, absorption of light, then dispersion of light. So the transmission, we can see how the light being transmitted to a glass block. Here the light slightly bends over here, which is called the refraction. When the light passes from optically rarer medium to optically denser medium, light ഒന്ന് സ്ലൈറ്റ് ആയിട്ട് ബെൻഡ് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ലൈറ്റ് ത്രൂ എ പ്രിസം. ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു വൈറ്റ് ലൈറ്റ് സോഴ്സിൽ നിന്ന് ഡിഫറെന്റ് വിസിബിൾ സ്പെക്ട്രം ആയിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. So different wavelengths get a different, it passes through different space.
So we would be able to observe the visible spectrum over here. So let's consider different kinds of lenses. We have convex lens, where the light converge to a focal point. We have a convex lens where the converges the beams at the focus. The concave lens simply diverges the beam. Then we have plane mirror. So it has the makes the rays in a parallel manner. Then let's consider the total internal reflection, which is the fundamental principle of how the light being transferred through the optical fiber. So the total internal reflection occurs when the light wave traveling through the medium hits the boundary of a less dense medium from a higher refractive index to a lower refractive index at an angle greater than the critical angle specified to the pair of materials. So total internal reflection നടക്കണമെങ്കിൽ angle of incidence should be greater than the critical angle. മാത്രമല്ല, light must be traveled from a optical denser medium to optical rarer medium. So that's how നമ്മളുടെ നിലവിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫിനോമിനൻ ആണ്, അണ്ടർലൈങ് ഫിനോമിനൻ ആണ് total internal reflection. So let's talk about the optical communication systems as well. So the optical communication system, the information is being digitally encoded to the emitter and it transferred to the fiber optic cable, and it is being detected at the information end. So we have covered all these fundamental aspects of light, and we have discussed how the what kind of phenomena, for example, diffraction. We have talked about the transmission of light, refraction, reflection, total internal reflection, and how the light is being guided through the optical fiber cable. So all these things we have mentioned. Now let's talk about how the diffractive optic elements is being fabricated. So we have different techniques involving photolithography, electron beam lithography, laser machining. ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടെക്നീക്സ് ഉണ്ട്. ഇതിന്റെ ചാലഞ്ചസ് എന്ന് പറഞ്ഞാല് ഇത് ഒത്തിരി ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്, ഭയങ്കര പ്രിസിഷൻ വേണം. നമുക്ക് നാനോ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റീസ് ഉള്ള ഡിഫറെന്റ് സോർട്ട് ഓഫ് ലാബുകളുണ്ട് ഇന്ത്യയിലുടനീളം. ഫോർ എക്സാമ്പിൾ IISc-യിലെ സെൻസ് ലാബ്, അങ്ങനെ ഒത്തിരി ലാബുകളിൽ നാനോ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിലെല്ലാം ഫോട്ടോലിത്തോഗ്രഫി, EBL, ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫി, ലേസർ മെഷീനിങ് എന്നീ ടെക്നീക്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് ഡിഫ്രാക്റ്റീവ് ഒപ്റ്റിക്കൽ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ. So we have implemented different sort of materials for the diffractive optics. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സബ് വേവ് ലെങ്ത് ഗ്രേറ്റിംഗ് ആണെങ്കിൽ സബ് വേവ് ലെങ്ത് ഗ്രേറ്റിംഗിന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണത് സിലിക്കണും സിലിക്കയും പോലുള്ള മെറ്റീരിയൽസ് ആണ്. മാത്രമല്ല നമുക്ക് ഹോളോഗ്രാഫി പോലുള്ള പ്രതിഭാസങ്ങൾക്ക് വേണ്ടി നമുക്ക് ഫോട്ടോപോളിമേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും. So they are typically used for holography application. So in order to before fabrication, most important thing is the design of a diffractive optical element. How the diffractive optical element, for example, a grating, behaves with the light. So നമുക്ക് different
കൈൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഫൈനൈറ്റ് ഡിഫറൻസ് ടൈം ഡൊമെയിൻ ഉണ്ട്, പിന്നെ റിഗറസ് കപ്പിൾഡ് വേവ് അനാലിസിസ് ഉപയോഗിക്കാം, പിന്നെ കോംസോൾ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഉപയോഗിച്ച് കോംസോൾ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡിഫറെന്റ് സോർട്ട് ഓഫ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് ഉണ്ട്. ബിഫോർ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന മുന്നേ നമുക്കൊരു പ്രീ കൺസീവ്ഡ് ഐഡിയ ഹൗ ദ മോഡൽ വിൽ ബിഹേവ്സ് വിത്ത് ദ ലൈറ്റ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വി ക്യാൻ ഇംപ്ലിമെന്റ് ഡിഫറെന്റ് സോർട്ട് ഓഫ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ്. സോ ഞാൻ ഇത്രയും ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ നമുക്ക് എങ്ങനെ ഒരു ഡെഫ്രാക്റ്റീവ് ഒപ്റ്റിക്കൽ എലമെന്റ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു സബ്വേലൻസ് ഗ്രേറ്റിംഗിനെ കുറിച്ച് സംസാരിച്ചു ഇവിടെ ഓൾറെഡി. സോ ദാറ്റ് സബ്വേലൻസ് ഗ്രേറ്റിംഗ്, ഹൗ ആൻഡ് വൈ ആൻഡ് വാട്ട്സ് ദ റീസൺ to include a subwavelength grating, and let's delve into one of the practical examples of a subwavelength grating where we can implement in a practical device. So liquid crystalline silicon devices എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി എന്താന്ന് വെച്ചാല് ആ ടെക്നോളജി നമ്മളുടെ റീകൺഫിഗറബിൾ ഒപ്റ്റിക്കൽ ആഡ്രോപ്പ് മൾട്ടിപ്ലക്സേഴ്സ്, അവിടെ നമ്മള് വേവ് ലെങ്സിനെ എത്രയും വേഗത്തിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വിച്ചിങ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കണതാണ് ഈ എൽകോസ് ടെക്നോളജി. അപ്പോ ഓസ്ട്രേലിയയിലെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ഫിനിസാർ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി. അവര് ആണ് ഈ ലിക്വിഡ് ക്രിസ്റ്റലോൺ സിലിക്കൺ ഡിവൈസസിന്റെ പയനിയേഴ്സ്. അപ്പൊ അവര് ഈ വേവ് ലെങ്ത് സെലക്റ്റീവ് സ്വിച്ച് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് അവര് ഫാബ്രിക്കേറ്റ് ചെയ്തു. അതില് അവര് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് വെച്ചാല് ലിക്വിഡ് ക്രിസ്റ്റലോൺ സിലിക്കൺ ഡിവൈസ് ടെക്നോളജിയാണ് ഫോർ ഫാസ്റ്റർ സ്വിച്ചിങ്. സോ എന്താണ് വേവ് ലെങ്ത് സെലക്റ്റീവ് സ്വിച്ചിങ്? സോ ഈ വേവ് ലെങ്ത് സെലക്റ്റീവ് സ്വിച്ച് എന്ന് പറഞ്ഞാല് റീകൺഫിഗറബിൾ ആഡ്രോപ്പ് ഒപ്റ്റിക്കൽ ആഡ്രോപ്പ് മൾട്ടിപ്ലക്സേഴ്സിന് ഉപയോഗിക്കുന്ന ഒരു എസെൻഷ്യൽ പാർട്ടാണത്. റീപ്ലേസ് passive splitters and multiplexers with wavelength selective switch. ഇതൊരു ഒപ്റ്റിക്കൽ മൊഡ്യൂൾ ആണ് that demultiplexes individual wavelengths to selected common or output ports. അപ്പോ നമ്മള് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഫൈബർ അറേന്ന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേവ് ലെങ്സ് നമ്മൾ ഒരു കോളിമേഷൻ ഒപ്റ്റിക്സിൽ കൂടി കടത്തിവിടുന്നു. എന്നിട്ട് ഒരു ഡിസ്പേഴ്സീവ് എലമെന്റ് എടുക്കുന്നു, ഫോർ എക്സാമ്പിൾ ഗ്രേറ്റിംഗ് എന്ത് ചെയ്യുന്നു, ആ എലമെന്റ് ഡിസ്പേഴ്സ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ഫോക്കസിങ് ഒപ്റ്റിക്സിൽ കൂടി കടത്തിവിടുന്നു, എന്നിട്ട് ഒരു സ്വിച്ചിങ് എലമെന്റിൽ കൂടി കടത്തിവിടാം. സ്വിച്ചിങ് എലമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ വേവ് ലെങ്സിനെ ഡിഫറെന്റ് ആംഗിളിലേക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് അത് ഫൈബർ ഒപ്റ്റിക് അറേയുടെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്തുവിടും അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. So it has huge application. The ELCOS technology has a huge application in reconfigurable optical add-drop multiplexers. So what is this technology? So ELCOS technology used to alter the polarization or phase of an incident wavefront using the electrically modulated optical properties of liquid crystal. It is implemented as a switching element in WSS. നമുക്ക് ഈ എൽകോസിന് റൈവൽ ആയിട്ട് മറ്റൊരു ടെക്നിക്ക് ഉണ്ട് വിച്ച് ഈസ് കോൾഡ് MEMS ടെക്നോളജി. സോ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ്. സോ അതും ഒരു മൈക്രോ മിറേഴ്സ് ആണ്. പ്രോബ്ലം ഈസ് മൈക്രോ മിറേഴ്സിന് the fabrication involved in the micro mirror design is very complex. As I told you, different sort of fabrication, optical lithography and EBL electron beam lithography and അങ്ങനെ ഡിഫറെന്റ് സോർട്ട് ഓഫ് ഫാബ്രിക്കേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അത് ഒരു MEMS ബേസ്ഡ് മിറർ വരുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാല് ദാറ്റ് ഫാബ്രിക്കേഷൻ ബിക്കംസ് മോർ കോംപ്ലക്സ്. സോ നമ്മളൊരു ലിക്വിഡ് ഇവിടെ
എൽകോസ് ടെക്നോളജിയില് ഇവിടെ ഫിനിസാർ ഇംപ്ലിമെന്റ് ചെയ്ത ഈ പർട്ടിക്കുലർ എൽകോസ് ഡിവൈസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. So first of all, it has a transparent layer followed by ITO electrode, indium tin oxide electrode. Then it has an alignment layer and it followed by a liquid crystal material. Then alignment layer 2 followed by a pixelated mirror and followed by a CMOS silicon backplane. So ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാല് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് ഈ ITO ഇലക്ട്രോഡ് വഴി നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് ഈ ലിക്വിഡ് ക്രിസ്റ്റൽ മോളിക്യൂൾസിന്റെ ഓറിയന്റേഷൻ മാറുന്നു. അതനുസരിച്ച് എന്ത് സംഭവിക്കുക എന്ന് വെച്ചാല് ഈ ഇൻകമിങ് ലൈറ്റിനെ അത് കടത്തിവിടുകയും ചെയ്യുന്നു, അതേപോലെ തന്നെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോ ലിക്വിഡ് ക്രിസ്റ്റൽ മോളിക്യൂൾസിന്റെ അലൈൻമെന്റ് അനുസരിച്ചാണ് ലൈറ്റ്, വെദർ ദ ലൈറ്റ് travel or whether the light blocks. So that's how the switching speed defines. So the switching speed defined by the orientation of liquid crystal molecule. And how the orientation is being controlled? It is being controlled by applying voltage across the ITO electrode. And how the beam is being steered എന്ന് വെച്ചാൽ ഇവിടെ പിക്സലേറ്റഡ് മിററുകൾ ഉണ്ട് ഈ CMOS സിലിക്കൺ ബാക്ക്ലൈനിന്റെ മേലെ. അപ്പൊ ഈ പിക്സലേറ്റഡ് മിററിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ലൈറ്റ് ഡിഫറെന്റ് wavelengths of light get reflected. Okay, so pixelated മിററിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ ഇവിടെ എന്താ സർവ്വസാധാരണമായിട്ട് സംഭവിക്കണമെന്ന് വെച്ചാല് ഈ പിക്സലേറ്റഡ് മിററില്, ഇവിടെ കാണിക്കുന്ന ഈ പിക്സലേറ്റഡ് മിററില് it used to have diffractive optical losses. So ഈ ഡിഫ്രാക്റ്റീവ് ഒപ്റ്റിക്കൽ ലോസസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഇംപ്ലിമെന്റ് ഓർ ഡിസ്പോസ് യൂണിപീരിയോഡിക് ഹൈ കോൺട്രാസ്റ്റ് ഗ്രേറ്റിംഗ്സ്. അപ്പോ ഈ യൂണിപീരിയോഡിക് ഹൈ കോൺട്രാസ്റ്റ് ഗ്രേറ്റിംഗ് ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഈസ് ദ യൂണിപീരിയോഡിക് വൺ ഡയമെൻഷണൽ ഗ്രേറ്റിംഗ്. We have different sort of gratings that could be deposited on top of the pixelated layers. One is the uniperiodic one-dimensional grating, and the other is multi-layer dielectric Bragg grating. രണ്ടിന്റെ പ്രിൻസിപ്പിൾ ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യണത് ഈ ഡയറക്ഷനിലാണ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡയറക്ഷൻ ചേഞ്ച് വരുന്ന ഡയറക്ഷനിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യണം. ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ചാല് N1 refractive index, N2 refractive index. Okay, so these two refractive index should be different and it should have a contrast. So then only ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന് അതിന്റെ ഇന്റൻസിറ്റി, റിഫ്ലക്റ്റിവിറ്റി എൻഹാൻസ് ചെയ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ദർ വോണ്ട് ബി എനി ചേഞ്ച് അറ്റ് ഓൾ. സോ ഈ പിക്സലേറ്റഡ് മിററിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡിഫ്രാക്റ്റീവ് ഒപ്റ്റിക്കൽ ലോസസിനെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് either we can use a uniperiodic one-dimensional grating, high contrast grating, or a multi-layer dielectric Bragg grating. ഈ multi-layer dielectric Bragg grating ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് multi-layer നമ്മള് ഓരോ വേവ് ലെങ്ത് അനുസരിച്ചും ഇതിന്റെ റിഫ്ലക്റ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ നമ്പർ ഓഫ് ലേയേഴ്സ്, ഇവിടെ ഓരോ ലേയേഴ്സ് കണ്ടല്ല, 1 layer, 2 layer, 3 layer, 4 layer, 5 layers, 6 layer. The number of layers needed to be stacked increases. So that will increase the device, the scale of the device. The device size will get enhanced if we implement the multi-layer dielectric Bragg grating. സോ നമ്മള് ഈ ഫിനിസാർ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി അവർ ഇംപ്ലിമെന്റ് ചെയ്തത്
ഒരു സബ് വേവ് ലെങ്ത് ഹൈ കോൺട്രാസ്റ്റ് ഗ്രേറ്റിംഗ് ആണ്, യൂണിപീരിയോഡിക് ഗ്രേറ്റിംഗ് ആണ്, റാദർ ദാൻ ഡെപ്പോസിറ്റിംഗ് എ മൾട്ടി ലെയർ ഡയലക്ട്രിക് ഗ്രേറ്റിംഗ് ഓർ എ ബ്രാഗ് റിഫ്ലക്ടർ. സോ ഇവിടെ എന്ത് ചെയ്യണം, ഈ നമ്മളിപ്പോ ഒരു സിംഗിൾ യൂണിപീരിയോഡിക് ഗ്രേറ്റിംഗ് എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ സിലിക്കൺ ഉണ്ട്, ഇവിടെ എയർ ഉണ്ട്, താഴെ ലോ ഇൻഡെക്സ് മെറ്റീരിയൽ ആയ സിലിക്ക ഉണ്ട്. അപ്പൊ സിലിക്കന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ എക്സാമ്പിൾ 1.5 ആണെന്ന് വിചാരിക്കുക, സോറി 3.4 ആണ്, സിലിക്കയുടെ 1.4 ആണെന്ന് വിചാരിക്കുക. അപ്പോ 1500 നാനോമീറ്റർ വേവ് ലെങ്ത് ഡിപ്പെൻഡന്റ് ആണല്ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോ 1500 നാനോമീറ്റർ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ സിലിക്കന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏകദേശം 3.4ഉം ഈ സിലിക്കയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏകദേശം 1.38 to 1.4 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ദർ ഈസ് എ കോൺട്രാസ്റ്റ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റൈറ്റ്? സോ ഈ കോൺട്രാസ്റ്റ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൂലവും ഈ ഗ്രേറ്റിംഗിന്റെ ഡയമെൻഷൻ വരുന്ന ലൈറ്റ്, അതായത് 1500 നാനോമീറ്റർ ലൈറ്റ് ആണ് നമ്മൾ ഈ ലിക്വിഡ് ക്രിസ്റ്റലോൺ സിലിക്കൺ ഡിവൈസിൽ കടത്തിവിടുന്നത്, അല്ലെങ്കിൽ 1 മൈക്രോൺ ടു 2 മൈക്രോൺ റേഞ്ചിലുള്ള വേവ് ലെങ്ത് ആണ് നമ്മൾ കടത്തിവിടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പിക്സൽ സ്ട്രക്ചർ മാത്രമുള്ളെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെ ഡിഫ്രാക്റ്റീവ് ഒപ്റ്റിക്കൽ ലോസസ് ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ പിക്സലിന്റെ പിച്ച് എന്നത് മോർ ദാൻ 1 മൈക്രോൺ ആണ് ജനറലി, ഇഫ് വി കൺസിഡർ ദ 1 to 2 മൈക്രോൺ റേഞ്ച്. സോ ആയതിനാൽ നമ്മള് ഒരു എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഡിഫ്രാക്റ്റീവ് ഒപ്റ്റിക്കൽ ലോസസുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ലൈറ്റ് മൈറ്റ് ഗെറ്റ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ഡെഡ് പിക്സൽ ഏരിയ. ഓക്കെ, സോ ദ ഡെഡ് പിക്സൽ ഏരിയയിൽ ലൈറ്റ് ട്രാപ്പ് ചെയ്തിട്ട് ലൈറ്റ് അവിടെ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ആവും. പിന്നെ തിരിച്ച് വരുന്ന ലൈറ്റ് വളരെ കുറവായിരിക്കും, റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് വളരെ കുറവായിരിക്കും. ആയതിനാൽ നമ്മളിവിടെ പിക്സലേറ്റഡ് സ്ട്രക്ചറിന്റെ മേലെ നമ്മൾ ഈ പർട്ടിക്കുലർ ഗ്രേറ്റിംഗ് സ്ട്രക്ചർ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ലൈറ്റ്, ഇൻകമിങ് ലൈറ്റ് മാക്സിമം റിഫ്ലക്ട് ചെയ്തു പോകുന്നു. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ റിഗറസ് കപ്പിൾഡ് വേവ് അനാലിസിസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് GD കാൽക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ റിഫ്ലക്ടിവിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ the reflectivity is high over 1400 nanometer to 1800 nanometer. The light gets reflected at its maximum over this range. So that's what I am saying. When we consider over here when we implement the grating I have shown just on top of this pixelated structure, then what happens is that the diffractive optical losses gets mitigated. So here ഞാൻ എന്റെ PhD തീസിസിലുള്ള ഒരു പാർട്ടാണ്. ഇവിടെ ഞാൻ ഇൻസ്റ്റെഡ് ഓഫ് യൂണിപീരിയോഡിക് ഗ്രേറ്റിംഗ് ഞാൻ ഒരു ക്രിസ് ക്രോസ് ഗ്രേറ്റിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഇവിടെ ഒരു ക്രോസ് ലിങ്ക് സ്ട്രക്ചർ വിത്ത് പീരിയോഡിക് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിക്സലിന്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ റിഫ്ലക്ടിവിറ്റി നമ്മൾ രണ്ട് തരത്തിലുള്ള പോളറൈസേഷൻ നേരത്തെ പറഞ്ഞായിരുന്നു, വെർട്ടിക്കൽ പോളറൈസേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. ആ വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ലൈറ്റ് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ഇതിന്റെ ഈ ക്രിസ് ക്രോസ് സ്ട്രക്ചറിന്റെ 90 ഡിഗ്രി റൊട്ടേഷണൽ സിമെട്രി കൊണ്ടും ഈ സ്ട്രക്ചറിന്റെ സബ് വേവ് ലെങ്ത് സ്ട്രക്ചർ കൊണ്ടും ഈ സ്ട്രക്ചറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺട്രാസ്റ്റ് കൊണ്ടും നമുക്ക് റിഫ്ലക്റ്റിവിറ്റി ഒരേ തരത്തിൽ കിട്ടുന്നു ഓവർ ദ കമ്മ്യൂണിക്കേഷൻ ബാൻഡ്.
1500 520 നാനോമീറ്റർ ടു 1550 നാനോമീറ്റർ. സോ ഹിയർ ഞാൻ നേരത്തെ സംസാരിച്ചായിരുന്നു എന്ത് ഞാൻ പറഞ്ഞു, ഈ പിക്സല് മാത്രമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ റിഫ്ലക്ടിവിറ്റി എടുക്കുമ്പോൾ എന്താ സംഭവിക്കണം? ഹിയർ the reflectivity value is very low, right? It's less than 90%. Here, once we add the crosslink structure on top of the pixels, what happens is that, as you can see, the reflectivity gets a near unity reflection once we add the this crosslink structure on top of pixels. So thank you for attention. I have covered the gamut of different kinds of diffractive optical elements, and I have introduced you a particular diffractive optical element, for example, a subwavelength high contrast grating in a practical device. And thank you for your attention. I hope this science talk will ignite you some ideas, and hopefully you can extend these ideas in future. Thank you for your attention. താങ്ക് യു സംഗീത്. നല്ലൊരു ടോക്കായിരുന്നു, വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യാം. Yes, yes. ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യും. സുബ്രഹ്മണ്യൻ സാറ് ഇത് ഏറ്റെടുക്കും. ഒരു മിനിറ്റ്, സാറിനെ ഒന്ന് വീഡിയോ ഓണാക്കി വെക്കുകയാണെങ്കിൽ. Yes. Hello. Yes. Yeah. Yes. Nice talk, Sangeet. വളരെ അഡ്വാൻസ് ടോപ്പിക്സ് ആണ്. ഇത് പാർട്ട് ഓഫ് യുവർ തിസീസ് വർക്ക്. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഐ തിങ്ക് I don't know how to summarize this. I hope audience must have got the gist of what he has talked. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിലത്തെ ഡിസൈനിനെ പറ്റിയിട്ടുള്ളതായിരുന്നു ഈ ടോക്ക് കാര്യമായിട്ടുള്ളത്. ആർക്കെങ്കിലും ആദ്യം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഞാൻ ഐ വിൽ റിഫ്ലക്ട് മൈ ക്വസ്റ്റ്യൻസ് ഓൺ ടു യു. ആരെങ്കിലും റേസ്ഡ് ഹാൻഡ്സ് ഉണ്ടോ? ഓക്കെ, ഫ്രാൻസിസ് സർ. ഓക്കെ, ഞാനൊരു ഇതിനിടയ്ക്ക് ഡിഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രൊജക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഓഡിയോ വിഷ്വൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊജക്ടേഴ്സ്, അതിന്റെയൊക്കെ ആക്യുറസി, ആ ബീം കൃത്യമായിട്ട് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. അതെങ്ങനെയാണ്? അതായത് അല്ലാതെ നമ്മൾ ജസ്റ്റ് ലൈറ്റ് റിഫ്ലക്റ്റീവ് മെത്തേഡാണ് ഉപയോഗിച്ചെങ്കിൽ അത് ഡിസ്പേഴ്സ് ആയി പോകും, അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇത് പാരലൽ ബീംസ് നേരെ പോയിട്ട് നമ്മുടെ പ്രൊജക്ടറിൽ നേരെ പോയിട്ട് സ്ക്രീനിൽ വീഴുന്നത്. അപ്പൊ ഇവിടെ ഈ ഡിഫ്രാക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി അവിടെ അത് ചെയ്യുന്നുണ്ട്. ഈ എൽകോസ് ഓൾസോ ആക്ട് as a projector, liquid crystal on silicon devices. So there also this diffractive optical elements play a great part. So actually light reconstruct ചെയ്യണ ഈ നമ്മുടെ പ്രൊജക്ടറിലൊക്കെ the same principle applies there. അങ്ങനെയാണെങ്കിൽ വിളക്കുമരങ്ങള് അതല്ലേ പറഞ്ഞത്? ഫ്രനൽ ഇത് നമ്മുടെ അത് യഥാർത്ഥത്തിൽ നമുക്ക് താഴെ നിൽക്കുന്നവർക്കാണല്ലോ കൂടുതൽ അത് കാണണ്ടേ, മുകളിൽ നിന്ന് കാണേണ്ട ആവശ്യമുണ്ടല്ലേ? അതെങ്ങനെയാണ്? ആവശ്യമുള്ള ഭാഗത്തേക്ക് മാത്രം അതിനെ ലൈറ്റിനെ പ്രൊജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണോ ചെയ്യുന്നത്? ഫ്രണൽ ഫ്രിഞ്ചസ് അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് ലെൻസ് യു ക്യാൻ ഫോക്കസ് ത്രൂ ന്യൂട്ടൺസ് റിങ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ല നമ്മൾ സ്കൂളില്. അതേപോലത്തെ ഫ്രണൽ റിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ത്രൂ ദിസ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡൈഫ്രാക്ഷൻ ഹി എക്സ്പ്ലെയിൻ ഇൻ ദ ബിഗിനിങ്. രണ്ട് ടൈപ്പ് ഓഫ് ഡൈഫ്രാക്ഷൻ സംഗീത് പറഞ്ഞു. ഒന്ന് എഡ്ജ് ഡൈഫ്രാക്ഷൻ, ഒന്ന് മീഡിയം ഡൈഫ്രാക്ഷൻ. രണ്ടും രണ്ടാണ്. both of them are two different phenomena. The first type of diffraction can be effectively used in manipulating wavefront in certain way, limited way.
Fresnel lens is a example for that. അതെ. Okay. എന്റെ സംശയങ്ങളിലേക്ക് കടക്കുമ്പോൾ ബേസിക്കലി കുറച്ച് ഐ ഡോണ്ട് നോ വെദർ ദ ഓഡിയൻസ് വിൽ ഗെറ്റ് ബോർഡ്. ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വെൻ യു ആർ ടോക്കിംഗ് ദ മോഡുലേഷൻ ആൻഡ് സ്വിച്ചിങ് സ്പീഡ് എക്സെട്ര, അതൊക്കെയാണല്ലോ നിങ്ങൾ മെൻഷൻ ചെയ്തിരുന്നത്. അതെ, എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്. ഈ ആദ്യത്തെ കോമ്പറ്റീറ്റർ ഫോർ എൽകോസ്, അതെന്താ MMR ടെക്നോളജി? What did you mention? MEMS, മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കലി ട്യൂണബിൾ Okay. MEMS. അത് ഞാൻ, ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്ലി, ഒരു ഫൈബറിൽ കൂടെ യു പാസ് മൾട്ടി വേവ് ലെങ്ത്, ഫോർ Yes. എക്സാമ്പിൾ മൾട്ടി ലേസർ, and each of them modulate in your own way, so that bandwidth increases, and the output and grating which you disperse is that you collect the signals. Correct. Are you referring to the same technology? Yes. Okay. It is, of course, and fabrication complicated, it has to be very precise and accurate. I admit all those things. But അതൊരു passive device ആണ്. There is no അതെ. active component in that. നിങ്ങളുടെ ഈ ടെക്നിക്കലി നിങ്ങൾ പറഞ്ഞത് ലിക്വിഡ്, ഐ കുഡ് നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ. പക്ഷെ അതിലൊരു അക്രോസ് ദ ലിക്വിഡ് യു ആർ അപ്ലൈയിങ് എ വോൾട്ടേജ് ആൻഡ് യു ആർ മാനിപ്പുലേറ്റിംഗ് transmission of the liquid crystal also. Correct. അല്ലേ? അപ്പൊ that is an active device. I mean, it is അതെ. not, you cannot compare. They are on two different footings altogether. Yeah, Am but I the right? thing is that correct. So actually they are kind of rivals. Both are kind of switching elements. Here liquid crystal acts as a switch, where MEMS acts as a switch in different technology. MEMS is not, that's my point. MEMS is not a switch. It is only a transmission agent. Switching happens elsewhere. Field effect transistor lo, MOSFET lo, at that level only switching happens. Yeah. In your case, your carrier itself, that itself is a modulator. It could be used as a modulator. Principles are, you cannot compare. These are independent technologies, so to say. Technology, and now coming on to the switching speed, liquid crystal modulation, how fast it is, and then the typical gigahertz, normal electronic gigahertz is very easily done. നമ്മുടെ മൊബൈൽ 5G മൊബൈൽ 60 GHz ഒക്കെയാണ് അതിന്റെ റേഞ്ച്. ഹാൻഡ് ഹെൽഡ് apparatus like our mobile. Is there any considerable jump in that bandwidth or frequency range when you go for liquid crystal? Usually switching speed nanosecond, picosecond range-ലാണ്. Picosecond range-ലാണ് പോകുന്നുണ്ടോ? അതെ. ഓഹോ. പുതിയ Then it is a giant leap. Right. Okay. അപ്പോ ഇത് മെംസിനും അതിൻ്റെതായ ഇതുണ്ട്. സ്വിച്ചിങ് സ്പീഡ് കുറച്ചും കൂടി അവര് തമ്മിലൊരു ഫൈറ്റ് ആണ്. അപ്പൊ ഇത് കൂടുതലും ഇവരാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ക്രിസ്റ്റലാണ്, എൽകോസ് ടെക്നോളജി. പിന്നെ going to the technological side, pixelated mirror you are using, and basically the grating structure you build over that, അതിന്റെ reflectivity enhance ചെയ്യാൻ വേണ്ടി മാത്രമാണ്. Am I right? അതെ. There is no guiding principle of grating used there. Am I right? That could be also applicable. Beam steering കൂടി നമുക്ക് കൂടി പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ലാസ്റ്റ് പറയോ, ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ എന്റെ വർക്കിൽ എന്താന്ന് വെച്ചാല് കൂടുതൽ അതിന്റെ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, റിഫ്ലക്ഷൻ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ. ക്രോസ് സ്ട്രക്ചർ യു മെൻഷൻഡ് അബൌട്ട് ഇറ്റ്. അതെ, ക്രോസ് സ്ട്രക്ചർ ഉപയോഗിക്കാം, യൂണിപീരിയോഡിക് ഗ്രേറ്റിംഗ് ഉപയോഗിക്കാം. അടുത്ത നമുക്ക് വേണമെങ്കിൽ ഒരു സിലിക്കൺ നൈട്രൈഡ് ഹൈ കോൺട്രാസ്റ്റ് ഗ്രേറ്റിംഗ് ഉപയോഗിക്കാം ഫോർ ദ വിസിബിൾ വേവ്ലെങ്ത് ഓഫ് ഓപ്പറേഷൻ. അപ്പോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് സിലിക്കൺ യു ക്യാൻ, so silicon is usually in the C+L bandwidth.
when we consider the 1 micron to visible bandwidth, we can use silicon nitride, for instance. I see. Okay. പിന്നെ ഈ വേവ് ലെങ്ത് 1500 to 1800 means they are in the infrared region. അതെ. അപ്പൊ അതിന്റെ detectors are there when you talk about the switching speed, so detection also has to be that fast. Optical devices പോലെ തന്നെ equally fast ആണോ infrared detectors? Time domain. എനിക്കറിയില്ല, എനിക്ക് നോക്കണം സാറേ. ഞാൻ മെയിൻ ആയിട്ട് ആ ഡിറ്റക്ഷൻ പാർട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ല അല്ലെ? മെയിൻ റിസർച്ച് ഇതായിരുന്നു. And last question, you mentioned about layered grating. അതും ഇന്റർഫിയറൻസ് ഫിൽറ്ററും തമ്മിൽ എന്താണ് വ്യത്യാസം? Light filter. I mean, that's also manufactured the same way. Different diffractive index ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റാക്ക് ചെയ്ത്, that is what is interference filter. ഒരു വൈറ്റ് ലൈറ്റിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ, ലൈമൺ ആൽഫ മാത്രമേ ട്യൂൺ ചെയ്തെടുക്കുന്നത്. I can make a interference filter with this technology. Vacuum deposition of substrate. അപ്പൊ ഇതെങ്ങനെ ഗ്രേറ്റിംഗ് ആയി മാറുന്നത് എനിക്ക് മനസ്സിലായില്ല. അതാണ്, അതായത് ഗ്രേറ്റിംഗ് ആയിട്ട് മാറുന്നതെന്ന് വെച്ചാല് മൾട്ടി ലെയർ ഡൈഇലക്ട്രിക് ഗ്രേറ്റിംഗ് ഇല്ലേ, അതായത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ റിഫ്രാക്റ്റീവ് so far as I understand, അത് ഫിൽറ്റർ ആണ്. It filters the light wavelength, filters the wavelength. അതെ, പക്ഷെ അതൊരു മൾട്ടി ലെയർ ബ്രാക്ക് മിറർ ആണ് ഡൈഇലക്ട്രിക്. അതെ. Okay, I will check that. എനിക്കറിയില്ല, it is something new for me. അതും ചെയ്യണ്ട്. ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണെന്ന്, ഡേപ്പിംഗ് ചൂ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റിന്റെ ഗ്രൂപ്പില് അവര് ഇംപ്ലിമെന്റ് ചെയ്യണത് ഈ മൾട്ടി ലെയർ റിഫ്ലക്ടേഴ്സ് ആണ് അവര് ഉപയോഗിക്കുന്നത്. അപ്പൊ അവര് ഉപയോഗിക്കണ അവരുടെ ഒരു സ്റ്റഡിയിൽ അവര് പറയണത് ഈ റിഫ്ലക്ടിവിറ്റി കൂടുതൽ എൻഹാൻസ് ചെയ്യണമെങ്കിൽ മോർ ലെയേഴ്സ് സ്റ്റാക്ക് ചെയ്യണം അത്രേ. എന്ത് ലെയർ? കൂടുതൽ ലെയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ N1 N2 എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. അതായത് ഹൈ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഒരു ലെയർ, പിന്നെ ഫോളോഡ് ബൈ എ ലോ ഇൻഡെക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെയർ. അപ്പൊ അതൊരൊറ്റ എൻറ്റിറ്റി ആണ്. ആ ബ്ലോക്ക് ഒരു 5-8 എണ്ണം അല്ലെ 10-15 എണ്ണം ഒക്കെ ചിലപ്പോൾ സ്റ്റാക്ക് ചെയ്യേണ്ടി വരും when we consider other wavelengths. അപ്പൊ അങ്ങനെ. Okay, good. I learned something new today. Thanks a lot. And audience, excuse for dragging into too deep waters. നിങ്ങൾക്ക് ലളിതമായിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ ആസ്കിങ്, പ്ലീസ്. Thank you, sir. Nice to talk to you. ആരെങ്കിലും ഉണ്ടോ? റേസ്ഡ് ഹാൻഡ്സ് ഉണ്ടോ? കാണാനില്ല. Let me check chat. No raise hands. Francis, can you help me? എനിക്ക് കാണാനില്ല. ഇല്ല, റേസ്ഡ് ഹാൻഡ്സ് ഒന്നുമില്ല. ആൾക്കാർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് സബ് വേവ് ലെങ്ത് ഗ്രേറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതല്ലാതെ ഗ്രേറ്റിംഗ് ഉണ്ടോ? സബ് വേവ് ലെങ്ത് അല്ലാതെ വേവ് ലെങ്തിനേക്കാൾ കൂടുതലുള്ള ഗ്രേറ്റിംഗ് ഉണ്ടോ? അത് ഇപ്പൊ അങ്ങനത്തെ ഉള്ള ഗ്രേറ്റിംഗ് സാധാരണ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ് അതിലും വലുതാണ്, വേവ് ലെങ്തിനേക്കാളും വലുതാണ്. അതായത് അതിന്റെ ഡിസ്റ്റൻസ് അല്ലേ? അതെ. പിച്ച്. പിന്നെ വേറെ ഒരു ഗ്രേറ്റിംഗ് ഉണ്ട്, ഡീപ് സബ് വേവ് ലെങ്ത് ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇൻകമിങ് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻസിന്റെ 1/4 ആയിരിക്കും അതിന്റെ പിച്ച്. അതായത് ഇപ്പൊ 1500 നാനോമീറ്റർ ആണെങ്കിൽ അതിന്റെ ഡിവൈഡ് ബൈ 4 375 പിച്ചുള്ള ഗ്രേറ്റിംഗ് ഉണ്ട്. ഇതിനെ ലോങ് പീരിയഡ് ഗ്രേറ്റിംഗ് എന്ന് പറയും. ഈ ഹൈ പിച്ചുള്ള, അതായത് ഗ്രേറ്റർ ദാൻ ഇത് വരുമ്പോൾ
അപ്പൊ അതിന്റെ കോൺസിക്വൻസ് എന്താണ് അതിന്റെ റിസൾട്ട് വരുന്നത്? നമ്മൾ അതിപ്പോ നമ്മ പറയുകയാണെങ്കിലേ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു ചെറിയ ഇത് നമ്മളൊരു ഗേറ്റ് എടുക്കുക. ഈ ഗേറ്റിന്റെ അനാലജി എടുക്കുകയാണെങ്കിൽ ഗേറ്റിന്റെ ഇത് നമ്മൾ അതിന്റെ അകലം വെർട്ടിക്കൽ ബാറ് ഉള്ള ഗേറ്റ് ആണെന്ന് വയ്ക്കുക. അതിന്റെ അകലം കുറച്ചിട്ട് നമ്മ ഒരു ബോള് ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ബോൾ ഇടുകയെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സാധനം നേരെ തിരിച്ചു വരും, ബൗൺസ് ബാക്ക് ചെയ്യും അല്ലേ? അപ്പൊ അവിടെയാണെന്ന് ചോദ്യം. സബ് വേവ് ലെങ്ത് അല്ലെങ്കിൽ പിച്ച് വേവ് ലെങ്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ലൈറ്റ് നേരെ തന്നെ കടന്നു പോകില്ലേ? അപ്പൊ റേറ്റിംഗ് യൂഷ്വലി ഇറ്റ് ട്രാൻസ്മിറ്റ്സ്. പക്ഷേ സ്റ്റിൽ ഇറ്റ് കുഡ് ബി യൂസ്ഡ് ഫോർ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈറ്റിനെ മാനിപ്പുലേറ്റ്. എയ്തർ ഇറ്റ് കുഡ് കൺഫൈൻ ഇൻ ദ മെറ്റീരിയൽ, ഇറ്റ് കുഡ് ബി അബ്സോർബ്ഡ്, ഇറ്റ് കുഡ് ഓൾസോ ഇറ്റ് കുഡ് ബി ഫിൽട്ടർ. സാറ് പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി ഓൾസോ ലോങ് പീരിയഡ്. ഈ മോളിക്കുലർ സ്ട്രക്ചർ പഠിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്റേ ഡിഫ്രാക്ഷൻ ആ മെത്തേഡല്ലേ ഉപയോഗിക്കുന്നത് സ്കാറ്ററിംഗ്? അതെ. ഞാനൊന്ന് ഇടപെടട്ടെ, ഞാനൊന്ന് ക്ലിയർ ആയി. രണ്ട് ചോദ്യങ്ങൾ ഫ്രാൻസിസ് ചോദിച്ചാലും ഒരു സെയിം ഉത്തരം തരാൻ പറ്റും. ഇതില് ഈ ബ്രാഗ്സ് ലോ ഇക്വേഷൻ, വെരി സിമ്പിൾ ഫണ്ടമെന്റൽ ഇക്വേഷൻ, ജോമെട്രിക് ഇക്വേഷൻ ആണത്. 2D sin theta is equal to n lambda. ആംഗിൾ തീറ്റ ഇസ് ദ സ്കാറ്ററിംഗ് ആംഗിൾ. അപ്പൊ സൈൻ തീറ്റ എന്നുള്ളത് 0 to 1 ആണ് വേരി ചെയ്യുക. ഓൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് യു ഹാവ് ഡി, ദാറ്റ് ഇസ് എ ലാറ്റിസ് സ്പേസ് അല്ലെങ്കിൽ ഗ്രേറ്റിംഗിന്റെ പിച്ച്. ഓക്കെ, അതിനെടുക്കാൻ പറ്റും. ഓൺ ദ അതർ സൈഡ് എൻ ലാംഡ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ഇന്റർഫിയറൻസ്. അത് ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ? അത് സെക്കൻഡ് ഓർഡർ ഗ്രാഫ് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ പറ്റും. ഓർഡർ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പറയണത് എന്താണെങ്കിൽ, എന്തിനാണോ നമ്മൾ സ്റ്റഡി ചെയ്യണത് വേവ് ലെങ്ത് ആ റേഞ്ചിലായി കഴിഞ്ഞാലാണ് നന്നായിരിക്കുക, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി സബ്. ഉദാഹരണം ഇപ്പൊ ഡൽഹി പോലെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കൂ. അതിന്റെ പിന്നിൽ റേഡിയോ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ബിൽഡിങ്ങുകൾ, ഈക്വി സ്പേസ്ഡ് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് ഗ്രേറ്റിംഗ്. ചില ഭാഗത്ത് റേഡിയോ സിഗ്നൽസ് വളരെ കൂടുതൽ കിട്ടും, ചിലർക്ക് കിട്ടില്ല. ദിസ് യു ക്യാൻ ഒബ്സർവ്. കാരണം റേഡിയോ വേവ് ലെങ്ത് ഈ ബിൽഡിംഗ് സൈസിന്റെ അത്രയാണ്. അപ്പോൾ എന്തിനാണോ നമ്മൾ പഠിക്കുന്നത് ആ വേവ് ലെങ്ത്തും ആ ഓർഡറിലായിരിക്കും, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി സബ്. കാരണം സൈൻ തീറ്റ ക്യാൻ കോമ്പൻസേറ്റ് ആൻഡ് ഓർഡർ ക്യാൻ കോമ്പൻസേറ്റ് ഇറ്റ് ഓൺ ദ അതർ സൈഡ്. വളരെ വാസ്റ്റ് ആയി കഴിഞ്ഞാൽ യു കനോട്ട്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ബോള് ഒന്നുകിൽ റിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗോയിങ് ത്രൂ. കറക്റ്റ് ആണെങ്കിൽ രണ്ടിനും ചാൻസ് ഈക്വൽ ആണ്, കടന്നു പോകാനും റിഫ്ലക്ട് ചെയ്യാനും ഈക്വൽ ആണ്. അങ്ങനെ ഒരു ഫിനോമിനലിലാണ് ഈ ഇന്റർഫിയറൻസ് വരുന്നത്, ഫ്രിഞ്ചസ് ഉണ്ടാവുന്നത്. അതിപ്പോ ഈ പറഞ്ഞ പോലെ സാറ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, അതായത് ഇപ്പൊ നമ്മൾ ഈ യൂണിപീരിയോഡിക് ഹൈ കോൺട്രാസ്റ്റ് ഗ്രേറ്റിംഗ് നമ്മൾ ഇതിന്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ലൈറ്റ് എന്ത് സംഭവിക്കുക വെച്ചാല് കൺസ്ട്രക്റ്റീവായിട്ട് ഇന്റർഫിയർ ചെയ്യും. അപ്പൊ കൺസ്ട്രക്റ്റീവായിട്ട് ഇന്റർഫിയർ ചെയ്യുമ്പോൾ മാക്സിമം ലൈറ്റ് എഫിഷ്യൻസി റിഫ്ലക്ട് ചെയ്യും. വേവ്ലെങ്ത് ഡിപെൻഡബിൾ. അതെ, ഡിസ്ട്രക്റ്റീവായിട്ട് ഇന്റർഫിയർ ചെയ്യുമ്പോ എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലൈറ്റ് ഈ പിക്സലിന്റെ ഏരിയയിലേക്ക് പോകൂല. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ അവിടെ ഒപ്റ്റിക്കൽ ലോസസ് ഉണ്ടാവൂല. അതെ, ഇതാണ് മെയിൻ ആയിട്ട് അതിന്റെ പ്രിൻസിപ്പിൾ. അതാണ് പ്രിൻസിപ്പിൾ. അതുപോലെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരുന്നു. നമ്മളൊരു റെയിൻബോ കാണുമ്പോൾ നമ്മള് ലൈറ്റ് വരുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ കാണുക. അതായത് നമ്മുടെ പുറകിന്നായിരിക്കും ലൈറ്റ് വരുന്നത് റെയിൻബോ. അപ്പൊ അത് കംപ്ലീറ്റ്ലി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണോ റെയിൻബോ ഉണ്ടാകുന്നത്? അല്ല. അത് ലൈറ്റ് തിരിച്ചു വരുന്നത്. അത് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ വേണമെങ്കിൽ റെയിൻബോയിനെ പറ്റിയിട്ട്, ജർമ്മനിയിൽ ഞാൻ ചെയ്ത വർക്ക് റെയിൻബോയിലായിരുന്നു. അറ്റോമിക് റെയിൻബോ ഇഫക്ട്സ് ഇൻ അറ്റോമിക് സ്കാറ്ററിംഗ്. വേണമെങ്കിൽ ഒരു പോപ്പുലർ ടോക്കിൽ റെയിൻബോയിന് ഞാൻ കൊടുക്കാം. അത് അല്ല, ദാറ്റ് ഇസ് എ മിത്ത്. അത് തെറ്റാണ്. ദാറ്റ് ഇസ് എ മിത്ത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ല.
ഒരു ഡ്രോപ്ലെറ്റിനുള്ളിൽ ഫസ്റ്റ് ഓർഡർ റേ, സെക്കൻഡ് ഓർഡർ റേ എന്ന് പറയും. സെക്കൻഡ് ഓർഡർ റേയിലാണ് ഇത് വരുന്നത്. സെക്കൻഡ് ഓർഡറിലും വരുന്നുണ്ട്, തേർഡ് ഓർഡറിലും വരുന്നുണ്ട് റെയിൻബോ എഫക്ട് വരുന്നുണ്ട്. അത് ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ് എഫക്ട് എന്ന് പറയും. അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഏതെങ്കിലും 100 കഴിയട്ടെ, 101-ാമത്തെയോ 102-ാമത്തെയോ ടോക്കിലായിട്ട് ഞാൻ റെയിൻബോയിനെ പറ്റി ഞാൻ ടോക്ക് കൊടുക്കാം. We are eager to listen to the Okay. talk. Okay, sir. Thank you. Okay. So if you don't have any further questions, let us thank the speaker once again for a wonderful talk. And I hand over to the chairman of this session, Francis. Okay. It was a great talk and a great evening. Good discussions. Okay. So, ഈ ടോക്ക് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് അവതരിപ്പിച്ച ഡോക്ടർ സംഗീത് സോമന് സയൻസ് പീപ്പിളിന്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രഭാഷണം കേൾക്കാൻ എത്തിയ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഡോക്ടർ KP സുബ്രഹ്മണ്യൻ ഈ ടോക്ക് മോഡറേറ്റ് ചെയ്ത് ഡിസ്കഷൻ നയിച്ച സുബ്രഹ്മണ്യൻ സാറിനും സയൻസ് പീപ്പിളിന്റെ പേരിൽ നന്ദി. എല്ലാവർക്കും ഒരിക്കലും നന്ദി. താങ്ക് യു. Thank you so much. Thank you so much, Francis sir. Thank you so much, Subramanian sir. So I am looking forward for the further talks. I'm very eager to listen to Subramanian sir about the rainbow effect. And once again, thank you so much. I know it's a bit late in Sydney at the moment. Okay. But Please. really